ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യ പ്രതികരണം എം പി രാജേഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റിസൾട്ട് അംഗീകരിക്കുന്നു, വിജയിച്ചവർക്ക് ആശംസകൾ, സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ തുടങ്ങിവെച്ച നല്ല കാര്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കും, അതിനുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിരുന്ന് ഉണ്ടാകും, ജാഗ്രതയുണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭരണം എത്രമാത്രം സ്മൂത്ത് ആയിരിക്കും എന്ന് കരുതുന്നു? ഇതുപോലെ ഉള്ള ശക്തമായ ഒരു പ്രതിപക്ഷത്തെയാണ് നേരിടേണ്ടി വരിക എന്നൊരു ബോധ്യമുണ്ടോ? ആ സാഹചര്യത്തെ എങ്ങനെ കാണും? അല്ല, ഇവർ ഈ ശക്തമായ പ്രതിപക്ഷം ആയിരുന്നപ്പോൾ തന്നെയാണല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നത്. അത് വിഴിഞ്ഞമാണെങ്കിലും മെട്രോ ആണെങ്കിലും എയർപോർട്ടാണെങ്കിലും സീപോർട്ടുകളാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും വലിയ വികസനം നടത്തിയതൊക്കെ തന്നെ ഇവർ വലിയ ശക്തമായ പ്രതിപക്ഷമായിരുന്നപ്പോഴാണ്. ഇവർ വലിയ ശക്തമായ പ്രതിപക്ഷമായി DYFI തിളയ്ക്കുന്ന യുവത്വമായിരുന്നപ്പോഴാണ് നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ വിമാനത്താവളം കൊണ്ടുവന്നത്. അന്ന് വിമാനം ഇറങ്ങിയാൽ നെഞ്ചിലൂടെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞവരാണ് ഇവർ. അവിടെ വിമാനത്താവളം അടക്കം കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ പ്രതിപക്ഷ ശബ്ദങ്ങളെയൊക്കെ അർഹിക്കുന്ന ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കണ്ട് ആ പ്രതിപക്ഷത്തെ ശബ്ദങ്ങളിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തപ്പെട്ട് നല്ലൊരു ഭരണം തന്നെ UDFൻ്റെ ഉണ്ടാകും. അതിനകത്തൊരു സംശയവും വേണ്ട. ഞാനിപ്പോഴും പറയുന്നു, കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൻ്റെ ഒരു പ്രൈം പ്രൊജക്റ്റ് എന്താണ്? ഈ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ 11-14 പറഞ്ഞ പോലെ തന്നെ പ്രൈം പ്രൊജക്ട്സ് ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായ പദ്ധതികളുണ്ടാവും. അതിനൊക്കെ ഒരു തിരുത്തൽ ശക്തിയായി നല്ലൊരു പ്രതിപക്ഷമായി അവർ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെ ഭംഗിയാണ്. ഞങ്ങളത് പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് തോന്നുമ്പോൾ നമുക്കറിയാം, പല നേതാക്കളും പറഞ്ഞത് വർഗീയ ലഹളകൾ ഒന്നുമില്ലാത്ത 10 കൊല്ലമാണ് കടന്നുപോയത്. ഏറ്റവും ശക്തമായി കേരളത്തെ മതനിരപേക്ഷമാക്കി നിർത്തിയ ഒരു കാലമാണ് കടന്നുപോയത് എന്ന് പറയും. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തിറക്കിയതിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന ഒരു വരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതും വലിയ ഒരു ഉത്തരവാദിത്തമല്ലേ? ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലുടനീളമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാരണം കേരളത്തിലുടനീളം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുഴുവൻ തിരുവനന്തപുരം വരെ എല്ലായിടത്തും CPM തോറ്റ അമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തും ഇതുപോലെ ഉള്ള ഒരു കമൻറ്റ് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കേ സാധിക്കുകയുള്ളൂ. എന്താണ് അദ്ദേഹം ഈ കേരളത്തിലെ ഈ ഫലത്തിൽ കണ്ട വർഗീയത എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കണ്ണൂരിൽ പയ്യന്നൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത് വർഗീയതയായിട്ടാണോ അദ്ദേഹം കാണുന്നത്? അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത് വർഗീയതയായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ 50,000 വോട്ടിന് ജയിച്ച ശ്രീ പിണറായി വിജയൻ ആദ്യത്തെ 7 റൗണ്ട് പുറകിൽ പോവുകയും ഈ 19,000 വോട്ടിലേക്ക് താഴുകയും ചെയ്തത് വർഗീയതയായിട്ടാണോ അദ്ദേഹം കാണുന്നത്? തൃക്കരിപ്പൂരിൽ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ജയിച്ചത് വർഗീയതയായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സ്വയം ഒന്ന് നുള്ളിയിട്ട് തോറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ റിസൾട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വർഗീയതയ്ക്കെതിരെയുള്ള ക്ലാസ് എടുക്കണം. പിന്നെ 2, മുഖ്യമന്ത്രി വർഗീയതയ്ക്കെതിരെ ക്ലാസ് എടുക്കാൻ പറ്റിയൊരു മഹാനായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഈ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തിയ വർഗീയ പ്രസ്താവനകളുടെ ചെയിൻ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. നമുക്ക് വർഗീയതയില്ലാത്ത നല്ലൊരു മതനിരപേക്ഷമായ നാടാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പ്രതിപക്ഷത്താൽ കഴിയുന്ന സഹായം അവരും ചെയ്യുക, ഭരണപക്ഷം അതിനുവേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുക. നമുക്കത് നന്നായി തന്നെ കൊണ്ടുപോകാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹവും പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇനിയുള്ള സർക്കാർ ഭരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ റോൾ എന്തായിരിക്കും? അല്ല, യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും എല്ലാ സർക്കാരുകളുടെ കാലഘട്ടത്തിലും സർക്കാരിനെ തിരുത്തുന്ന ശക്തിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഏതൊരു സർക്കാരിൻ്റെ കാലഘട്ടത്തിലും, ഒരു 2011-16 ഇവിടെ CPM ഒക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ തന്നെ സർക്കാരിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ തിരുത്തിയത് യൂത്ത് കോൺഗ്രസ്സാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ റോൾ എടുക്കും, അതിനകത്തൊരു സംശയവും വേണ്ട. 2 യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനാപരമായ പ്രവർത്തനങ്ങളും മറ്റ് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തും. ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവാസികൾക്ക് വേണ്ടിയുള്ള, ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണം. അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു, പ്രതിഫലിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ അവിടെ അത് ഇനിയും ഊർജിതമായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, നമുക്ക് അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം ഒന്ന്, ഞങ്ങളൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ
സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ആ പ്രവർത്തനങ്ങൾ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 2, രാഷ്ട്രീയമായിട്ട് അതിനെ പറയുകയാണെങ്കിൽ അവിടെ ശ്രീ ടി സിദ്ദിഖ് സിദ്ദിഖ് പ്രസംഗിക്കാൻ വന്നപ്പോൾ കൂവാൻ നിന്ന സഖാക്കന്മാർ വരെ, അല്ലെങ്കിൽ കൂവാൻ നിന്നവർ വരെ സിദ്ദിഖിന് വോട്ട് ചെയ്തുകൊണ്ടാണ് 45,000 ഭൂരിപക്ഷത്തിന് അദ്ദേഹം കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നിവാസികളുടെയും ജനങ്ങളുടെയും പൊതുവികാരം എന്താണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും. അല്ല, ഞാനതാ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വികാരവും എന്തും മാറ്റിവെച്ചാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധമുണ്ടല്ലോ. അവിടെ വീടുകൾ ഉയർന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. അത് പൂർത്തീകരിക്കേണ്ടതില്ലേ എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും 100% അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്, വയനാട്ടിലെ വീടുകൾ പണിത് ഉയർത്തേണ്ടതുണ്ട്. 432 വീടുകളാണ് അവിടെ ബെനിഫിഷ്യറീസിന് കൊടുക്കാനുള്ളത്. അതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കും. കോൺഗ്രസ് പറഞ്ഞ വീടുകൾ, കോൺഗ്രസിൻ്റെ തറക്കല്ലിട്ടു വീടിൻ്റെ കോൺഗ്രസ് അവിടെ 100 വീടുകളാണ് ശ്രീ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അതായിരുന്നല്ലോ വലിയ വിവാദം. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. കോൺഗ്രസ് വെച്ച് നൽകും എന്ന് പറഞ്ഞ വീടുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ വാഗ്ദാനം, അത് പൂർത്തീകരിക്കാനുള്ള നടപടികളെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മറ്റേതും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് രണ്ടാമത്തെ പറയാൻ ആഗ്രഹിച്ചത്. കാരണം ഞങ്ങളാണല്ലോ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രേണു തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അത് പൂർത്തീകരിക്കണമെന്നാണ് ഞാൻ എൻ്റെ ആദ്യ ഭാഗം പറഞ്ഞത്. അല്ല, ഇതുവരെ പൂർത്തീകരിച്ച വീടുകളുണ്ടല്ലോ, പൂർത്തീകരിച്ച 178 വീടുകളുണ്ട്. അതിൻ്റെ ബാക്കി 178 വീടുകളൊന്നും പൂർത്തീകരിച്ചില്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും. എത്ര പേർക്ക് താക്കോല് കൊടുത്തു? 17 പേർക്കോ 18 പേർക്കാണ് താക്കോല് കൊടുത്തത്. പൂർത്തീകരിച്ച വീടുകളാണെങ്കിൽ താക്കോലും കൊടുത്താൽ പോരെ? ഒന്നും നടന്നിട്ടില്ല. അവിടെ പാർട്ടി പറയുന്നത് 100 വീടുകളാണ്. 100 വീടുകളിനുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് തറക്കല്ലിടൽ കർമ്മം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതും സമയബന്ധിതമായി ആ 100 വീടുകൾ പൂർത്തീകരിക്കും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു വീട് പൂർത്തീകരിക്കേണ്ട ഒരു ടൗൺഷിപ്പാണല്ലോ 100 വീടുകൾ എന്ന് പറയുമ്പോൾ. ആ വീടുകൾ ഒരു കൊല്ലത്തിനോ 1.5 കൊല്ലത്തിനോ ഉള്ളിൽ തന്നെ അത് പൂർത്തീകരിച്ച് ഈ ബെനിഫിഷ്യറീസിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ കൂടി ഉയർന്നിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുമോ? അല്ല, തീർച്ചയായിട്ടും. അത് ശ്രീ KPCC പ്രസിഡൻറ്റ് അവർക്ക് കിട്ടിയ, അല്ലെങ്കിൽ KPCCക്ക് ലഭിച്ച ഫണ്ടിനെ പറ്റി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി. 2, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോണ്ട് ഞങ്ങളുടെ അക്കൗണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായി പത്രക്കാർക്ക് കൊടുക്കുകയുണ്ടായി. ഈ 2 പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിരുന്നാൽ തന്നെയും 100 വീടുകൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കും പ്രകാരം തന്നെ ഒരു വീടിന് ഏകദേശം 25 ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 100 വീടുകൾ പൂർത്തീകരിക്കണമെങ്കിൽ 25 കോടി രൂപ വേണ്ടിവരും. മാത്രമല്ല സ്ഥലത്തിൻ്റെ പണവും വേറെ വേണ്ടിവരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് പൂർത്തീകരിക്കും. ഞങ്ങൾക്ക് ലഭിച്ച പണവും അതുപോലെ തന്നെ ഇനി അതിൽ വേറെ പണം വേണമെന്നുണ്ടെങ്കിൽ ആ സഹായങ്ങളും മേടിച്ചുകൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ പാർട്ടി പറഞ്ഞ 100 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിക്കും. ഇപ്പോൾ എന്തായാലും ആദ്യമായി നിയമസഭയിലേക്ക് പോകാനിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ. കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതോ മിസ് ചെയ്യുന്നതോ ആയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ധർമ്മടത്ത് ശ്രീ അബ്ദുൾ റഷീദ് ജയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ശ്രീ അബ്ദുൾ റഷീദ് ഞങ്ങളുടെയൊക്കെ കൂടെ KSU പ്രവർത്തനം നടത്തി വന്ന ആളാണ്. വളരെ നല്ലൊരു നേതാവാണ്. അപ്പോൾ റഷീദ് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച ഒരാളാണ്. അദ്ദേഹം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ചെറിയൊരു ഭൂരിപക്ഷത്തിന് തോറ്റുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് ഇല്ലാത്തപ്പോൾ ഇനി അബിൻ വർക്കിയുടെ കമ്പനി ആരായിരിക്കും? ഞങ്ങളെല്ലാവരും കമ്പനിക്കാരാണല്ലോ. അതെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. UDYFനെ പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ ജനീഷുണ്ട്, അഭിജിത്ത് ഉണ്ട്, അതുപോലെ തന്നെ UDYF എടുത്താൽ ഫിറോസ് ഉണ്ട്, അതുപോലെ നവാസ് ഉണ്ട്, പിന്നെ KSUവിൽ നിന്ന് സൂരജ് ഉണ്ട്, അതുപോലെ തോമസ് ഉണ്ട്, ഫാത്തിമ തെഹ്ലിയ ഉണ്ട്. അങ്ങനെ നീണ്ടതല്ല. ഇത്രയും പേര് പറഞ്ഞിട്ടും ചാണ്ടിയുമ്മൻ്റെ പേര് പറഞ്ഞില്ല. അല്ല, അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ UDYF എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഇപ്പോഴത്തെ UDYF കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേരാണ് പറഞ്ഞത്. ഫിറോസാണ് ഞങ്ങളുടെ UDYFൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി. അതുപോലെ ശ്രീ നവാസ് MSFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതുപോലെ ഫാത്തിമ തെഹ്ലിയ MSFൻ്റെ നേതാവാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ UDYFൻ്റെയും ഞങ്ങളുടെ KSUവിൻ്റെയും ഞങ്ങളുടെ ഇപ്പോഴത്തെ സഹപ്രവർത്തകരാണ്. ചാണ്ടിയുമ്മൻ ഞങ്ങളുടെ ജസ്റ്റ് സീനിയർ ബാച്ചായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറിയപ്പോൾ കോൺഗ്രസിൻ്റെ ബാച്ചായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ ചാണ്ടിയുമ്മനുണ്ട്, അതുപോലെ ശ്രീ M ലിജു ഉണ്ട്, അതുപോലെ ശ്രീ PC വിഷ്ണുനാഥ് ഉണ്ട്, അതുപോലെ ശ്രീ അൻവർ സാദത്തും റോജി M ജോണും ഉണ്ട്. അത് അവർ വേറെ ഒരു ബാച്ചായതുകൊണ്ടാണ് പറയാത്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.